അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയരെ, നമുക്കൊക്കെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് മനസ്സിൽ നിയത്തുകളുണ്ടാവും. ഒരിക്കലും നടക്കൂലെന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനായിട്ട് ആഗ്രഹമുണ്ടാവും. നമ്മൾ ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ച ആഗ്രഹം നമുക്ക് നടന്നു കിട്ടിയാലോ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ? അള്ളാഹു നമുക്ക് തരും. അള്ളാഹുവിനെ വിശ്വസിച്ചാൽ, നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും. നമ്മൾ ചോദിച്ചാൽ അത് അള്ളാഹു ഉത്തരം തന്നാൽ, നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കുന്നതിലും അപ്പുറമായിട്ട് നമുക്കതിനുള്ള ഉത്തരം അള്ളാഹു തരും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അനുഭവിച്ച് അറിയാം. നമുക്ക് ഓരോരോ വിഷയത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരോ അമൽ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. ഒരുപാട് ഫലം കിട്ടിയതായിട്ട് പലർക്കും അനുഭവമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുമുണ്ടാവും. നമ്മുടെ അമലുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. ദുആ സ്വീകരിക്കണമെങ്കിൽ നാം ആദ്യം അള്ളാഹുവിൽ വിശ്വസിക്കണം. നമുക്ക് ഈ ഒരു അമൽ ചെയ്ത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരുമെന്ന ഒരു ഉറച്ച വിശ്വാസം മനസ്സിൽ വേണം. എന്നിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉറപ്പായിട്ടും നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മൾ ആരുമില്ലാത്ത ആ ഒരു സമയത്ത് രാത്രിയിൽ തഹജ്ജുദീൻ എണീച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നിങ്ങളിലുള്ള എല്ലാ തെറ്റുകൾക്കും അള്ളാഹുവിനോട് മാഫ് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് എന്താണ് നടക്കേണ്ടത് ആ ഒരു സമയത്ത് ആരുടെയും ഇടങ്ങേറില്ലാതെ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിലുള്ള പകുതി ഭാരങ്ങൾ ആ തഹജ്ജുദിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. നമ്മൾ തഹജ്ജുദ് മാത്രമല്ല, നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 5 വക്ത് ഖളാ ആക്കാതെ നിസ്കരിക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയണം, 5 വക്ത് നിസ്കാരം നമ്മൾ ഖളാ ആക്കാതെ നിസ്കരിക്കണം. ഖളാ ആക്കുന്നവർ എത്ര ദിക്റുകൾ ചൊല്ലിയിട്ടും അമൽ ചെയ്തിട്ടും ദുആ ചെയ്താൽ ഉത്തരം കിട്ടില്ല. നിസ്കരിക്കണം. നിസ്കാരമാണല്ലോ നമ്മുടെ സ്വർഗത്തിൻ്റെ താക്കോൽ. നിസ്കരിച്ചാലാണ് നമ്മുടെ ദുആ അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിക്കുകയുള്ളൂ. നിസ്കരിക്കാത്തവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല. നിങ്ങൾ ദിവസവും 5 വക്ത് ഖളാ ആക്കാതെ നിസ്കരിക്കുകയും ചെയ്യുക. ആദ്യം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ശേഷം നബിയുടെ ഹളറത്തിലേക്ക് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് 528 തവണ യാ ഹലീമു യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലുള്ള നാമം ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം ദുആ ചെയ്യുക. ഈ ഒരു അസ്മാഉൽ ഹുസ്ന യാ ഹലീമു യാ അല്ലാഹ് എന്ന നാമത്തിൻ്റെ യാ ഹലീമു എന്ന് നിങ്ങൾ ചൊല്ലിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ ദിവസം ഒരു നേരം ചൊല്ലിയിട്ട് 90 ദിവസം മുടങ്ങാതെ ചൊല്ലിയാൽ ആ ഒരു 90 ദിവസത്തിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും. അത് നിങ്ങൾ ആഗ്രഹിച്ചതിലും അപ്പുറം അള്ളാഹു അത് സാധിപ്പിച്ചു തരും. ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.